ഹലോ ഫ്രണ്ട്സ്, ദിസ് ഈസ് മീ വേഡ് ആൻഡ് എല്ലാവർക്കും എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മുടെ കയ്യിലുള്ളത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഹസ്ക്വർണയുടെ സ്വാട്ട് പില്ലൻ 401 ആണ്. വൺ ഓഫ് ദ മോസ്റ്റ് എക്സൈറ്റിംഗ് മോട്ടോർ സൈക്കിൾ റൈറ്റ് നൗ ഇൻ ദ മാർക്കറ്റ്. ഞാൻ വിചാരിച്ചു ഈ വണ്ടി ഇറങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുപാട് പേര് മേടിക്കുന്നതാണ്. കാരണം കമ്പയർഡ് ടു ഡ്യൂക്ക് 390 ദിസ് ഈസ് എ ഹോൾ ഡിഫറെൻറ്റ് ലെവൽ ഓഫ് മോട്ടോർ സൈക്കിൾ. പക്ഷേ ഇറ്റ്സ് നോട്ട്. അതാണ് ഇതിൻ്റെ കാര്യം. ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് തോന്നും ഇത് ഭയങ്കരമായിട്ട് ഓഫ് റോഡൊക്കെ പോകാൻ പറ്റിയ ഒരു വണ്ടിയാണ്. പക്ഷെ അങ്ങനെയല്ല. ദിസ് ഈസ് മോർ ഓഫ് ലൈക്ക് റഗ്ഡ് സ്ട്രീറ്റ് മോട്ടോർ സൈക്കിൾ. അതായത് പോകുന്നൊക്കെ മറ്റേ കീലേരി അച്ചു ആ മൂടാണ്. പക്ഷെ റോഡിൽ നിങ്ങൾക്ക് അക്രമം കാണിക്കാം കേട്ടോ. അതായത് ശരിക്കും ഇതിൻ്റെ അലോയ്സ് മാറ്റി കഴിഞ്ഞിട്ട് നിങ്ങൾ ആ ഡ്യൂക്ക് 390യുടെ അലോയ്സിലേക്ക് മാറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിൻ്റെ ഹാൻഡ്ലിങ് കുറച്ചുകൂടി ബെറ്റർ ആക്കാം. ഇപ്പോൾ കമ്പയർഡ് ടു ഡ്യൂക്ക് 390 എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു ഹാൻഡ്ലിങ്ങിൻ്റെ കാര്യത്തിൽ ഇത് മാത്രമാണ് ഒരു മേജർ കാര്യം. കുറച്ചുകൂടി വെയിറ്റ് കൂടുതലാണ്. പിന്നെ അതുപോലെ തന്നെ ആ 320mm ഡിസ്ക് ആണെങ്കിലും പക്ഷേ ഇത് ഹബ്ലെസ് ഡിസ്ക് അല്ല. അപ്പോൾ നിങ്ങൾ അങ്ങനെ അങ്ങ് മാറ്റുകയാണെന്നാണെങ്കിൽ കുറച്ചുകൂടി ഹാൻഡ്ലിങ് ബെറ്റർ ആകാൻ പറ്റും. പിന്നെ ലുക്കിൻ്റെ കാര്യമൊന്നും പറയണ്ടല്ലോ. എനിക്ക് ഒന്നാമത് ഈ റൗണ്ട് ഹെഡ്ലൈറ്റിനോട് ഇച്ചിരി പ്രണയം കൂടുതലാണ്. നമുക്കൊരു റൗണ്ട് ഹെഡ്ലൈറ്റ് കാണാം, LED ഇൻഡിക്കേറ്റേഴ്സ് കാണാം, കേർവ്ഡ് ആയിട്ടുള്ള നമ്മുടെ റേഡിയേറ്റർ കാണാം. പിന്നെ അതുപോലെ തന്നെ 2 ഫാൻ സെറ്റപ്പും കാര്യങ്ങളൊക്കെയാണ്. ഹസ്ക്വർണയുടെ എൻജിൻ കാണാൻ ചെറിയൊരു അണ്ടർ ബെല്ലി കൊടുത്തിട്ടുണ്ട്. നല്ലൊരു ബാഷ് പ്ലേറ്റ് ആട്ടോ. അണ്ടർ ബെല്ലി നല്ല ഒരു ബാഷ് പ്ലേറ്റ് തന്നെയാണ്. പിന്നെ ഒരു അണ്ടർ ബെല്ലി എക്സോസ്റ്റ്, പുറകിൽ ആ സെയിം 220mm ബ്രേക്കിംഗ് സെറ്റപ്പ് ജസ്റ്റ് ആസ് ദി നമ്മുടെ ഡ്യൂക്ക് 390. ട്രാംബ്ലറിൻ്റെ ടയേഴ്സാണ് വരുന്നത്. പിന്നെ അതേപോലെ തന്നെ ആ ഹോണ്ട നെവി എന്നൊക്കെ പറഞ്ഞ് കളിയാക്കിയ ലുക്കൊക്കെ ഒന്ന് മാറിയിട്ടുണ്ട്. പക്ഷേ എനിക്ക് കുറച്ചുകൂടി ആ പഴയ ലുക്ക് തന്നെയായിരുന്നു ഇഷ്ടം. ഇപ്പോൾ കുറച്ചുകൂടി പ്രാക്ടിക്കലായിട്ടുള്ള ഒരു മഡ് ഫ്ലാപ്പും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. പണ്ട് കുറച്ചുകൂടി ഒരു ഐക്കോണിക് ലെവലായിരുന്നു. പിന്നെ റിമിലൊക്കെ കണ്ടിട്ടില്ലേ, സ്വാട്ട് പില്ലെന്നൊക്കെ എഴുതിയിട്ടുണ്ട്. പിന്നെ ഒരു സ്പ്ലിറ്റ് സീറ്റ് സെറ്റപ്പാണ്. സീറ്റ് ഒരു സൂപ്പർ മോട്ടോയിലോ അല്ലെങ്കിൽ എൻഡ്യൂരോ ബൈക്കിലൊക്കെ പോലെ ഇങ്ങനെ കയറിയാണ് ഇരിക്കുന്നത്. പിന്നെ കയറി ഇരുന്ന് കഴിഞ്ഞാൽ പണ്ടത്തെ ആ പ്രശ്നം ഒരുപാട് തീർന്നുണ്ട്. അതായത് കുറച്ചുകൂടി ഇപ്പോൾ ഒരു ഷോർട്ട് റൈഡർ ഫ്രണ്ട്ലി ആയി. എനിക്ക് ടിപ്ടോ ആണെങ്കിലും വെയിറ്റ് ഭയങ്കര കുറവായതുകൊണ്ട് ഒരു സീനും ഇല്ല. ഇപ്പോൾ കറൻ്റ്ലി വലിയൊരു പേടിയില്ല, ഇത് വീഴുമെന്നുള്ളൊരു പേടിയൊന്നുമില്ല. പിന്നെ അതുപോലെ തന്നെ TFT ഉണ്ട്. കമ്പയർഡ് ടു ഡ്യൂക്ക് 390 കുറച്ച് മിനിമലാണ്. പിന്നെ ആനിമേഷൻസൊക്കെ ഭയങ്കര കുറവാണ്. ബട്ട് TFT ഈസ് TFT. ഇറ്റ് ഡസ് ദ ജോബ് വെൽ. ഓൾമോസ്റ്റ് എല്ലാ പരിപാടി ഇതിലുണ്ട്. പിന്നെ അതേപോലെ തന്നെ സ്വിച്ച് ഗിയേഴ്സൊക്കെ സെയിം ആസ് ഡ്യൂക്ക് 390. അതിലൊന്നും വേറെ കഥയില്ല. ഇത് അലൂമിനിയം അല്ലെന്ന് തോന്നുന്നു. പക്ഷേ കുറച്ചുകൂടി ഷോർട്ടറാണ്. ഡ്യൂക്ക് 390യുടെ അത്രയും കമ്മിറ്റഡ് അല്ല. പക്ഷേ കുഴപ്പമില്ല, ഇച്ചിരി ഒന്ന് അഗ്രസീവാണ്. എനിവേസ് നമുക്കിതിൻ്റെ എക്സോസിനോടൊന്ന് കേൾപ്പിട്ട് നോക്കാം. സെയിം ആസ് ഡ്യൂക്ക് 390. പക്ഷേ RPM ഒക്കെ ചെയ്യുന്നുണ്ടോ? മറ്റേത് കുറച്ചുകൂടി ഇങ്ങനെ, ഇത് കുറച്ചൊന്ന് റെട്രോ തീംഡാണ്. ഇപ്പോൾ നമുക്ക് ബാക്കി ഓടിച്ചുകൊണ്ട് സംസാരിക്കാം. ഓടിക്കാൻ സെയിം ആസ് ഡ്യൂക്ക് 390 ആണോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അല്ല, ഇച്ചിരി ഒരു വ്യത്യാസമൊക്കെ ഉണ്ട്. ഒന്നാമത്തെ മേജർ വ്യത്യാസം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ എർഗോ കുറച്ചുകൂടി ഒന്ന് ഇതിൽ റിലാക്സ്ഡ് ആണ്. അപ്പോൾ അതിൻ്റേതായ ഒരു ഫീൽ ഉണ്ട്. മറ്റേതാകുമ്പോൾ ആ ഒരു എർഗണോമിക്സ് പ്ലസ് ആ ഒരു പവർ ഡെലിവറി ഒക്കെ വരുമ്പോൾ കുറച്ചൊന്നൊരു ഒരു ഫീൽ വരുമായിരുന്നു. ഇത് കുറച്ചുകൂടി ഒന്ന് റിലാക്സ്ഡ് ആയിട്ട് കുറച്ചൊരു മെച്യൂർഡ് ആയിട്ടുള്ളൊരു എർഗണോമിക്സ് ആണ്. സെയിം ആണോ, പക്ഷേ എനിക്ക് ആ ഒരു സെയിം ഫീൽ കിട്ടുന്നില്ല. ഫുഡ് പാക്കൊക്കെ ഒന്നൊന്ന് ആ കോർണറിങ് ക്ലിയറൻസ് ഒക്കെ ഇതിന് കമ്പയർഡ് ടു ഡ്യൂക്ക് 390 കുറവാണെന്ന് തോന്നുന്നു. പക്ഷേ വണ്ടി ഓടിക്കാൻ ഇറ്റ്സ് ഫൺ. ടോട്ടൽ റെസ്പോൺസൊക്കെ നല്ല ഫീലാണ്. ഇതൊരു 3 കിലോ കൂടുതലാണ് ഡ്യൂക്ക് 390. പക്ഷേ അതൊന്നും വലിയ രീതിയിൽ മനസ്സിലാവില്ല. അത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് എന്താ പറയണ്ടേ, റെക്ടിഫൈ ആവുന്നുള്ളൂ. ജസ്റ്റ് ചേഞ്ച് ഔട്ട് ദി ടയേഴ്സ്, അലോയ്സ് കൊണ്ടുവിടുക. പിന്നെ ഹബ്ലെസ് ഡിസ്കും കൂടി വെച്ച് കഴിഞ്ഞാൽ കുറച്ചുകൂടി ആ വെയിറ്റ് നിങ്ങൾക്ക് ആ ഒരു പ്രശ്നം നിങ്ങൾക്ക് തീർക്കാൻ പറ്റും. എഞ്ചിൻ്റെ ഭാഗത്ത് നിന്ന് 399cc സെയിം ഫീൽ. ആ ചെറിയൊരു വൈബ്രേഷൻ ഫുഡ് പാക്കിലൊക്കെ ഉണ്ട്. നമ്മൾ ടോപ്പിലേക്ക് റബ്ബ് വരുമ്പം ആ ഒരു വൈബ്രേഷൻസൊക്കെ ഫുഡ് പാക്കിലുണ്ട്. അതൊക്കെ വേണം, എന്നാലേ നിങ്ങൾക്ക് ആ ഒരു ഫീൽ കിട്ടും. യു ആർ റൈഡിങ് പെർഫോമൻസ് ഓറിയൻറ്റഡ് മോട്ടോർ സൈക്കിളാണ്. അതായത് അൺനെസസറി വൈബ്രേഷനോ ബസ്സിങ്ങോ ഒന്നുമില്ല. നെസസറി ആയിട്ടുള്ള ഇത്രയും പവർ ഉണ്ടാക്കുന്ന ഹൈ കംപ്രഷൻ എഞ്ചിന് വൈബ്രേഷൻ വന്നിട്ടില്ലെങ്കിൽ പ്രശ്നമുള്ളൂ. അല്ലെങ്കിൽ നിങ്ങൾക്ക് ആ വൈബ്രേഷൻ അത്ര പ്രശ്നമാണെന്നാണെങ്കിൽ ഗോ റൈഡ് ആൻ EV. എനിക്ക് അത്രേ പറയാനുള്ളൂ. നിങ്ങളൊരു മിഡ് RPM വെച്ച് ഓടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ യു ഫീൽ എ ബിറ്റ് മോർ റിലാക്സ്ഡ്. ഒരുപാട് വൈബ്രേഷൻസ് ഒന്നും ഉണ്ടാവില്ല. എനിക്കിതിൻ്റെ എർഗണോമിക്സ് കുറച്ചുകൂടി ഒന്ന് റിലാക്സ്ഡ് ആയിട്ടുള്ള ഒരു മെച്യൂർ ആയിട്ടുള്ള ഒരാളാണെങ്കിൽ, അതായത് ഞാൻ ഇങ്ങനെ പറഞ്ഞുതരാം. നിങ്ങൾ ഡ്യൂക്ക് 390 ഓടിച്ചു, നിങ്ങൾക്ക് അതിൻ്റെ പവർ ഇഷ്ടപ്പെട്ടു, പക്ഷെ അത് എനിക്ക് പറ്റുമെന്ന് തോന്നില്ല. അതിന് ലുക്ക് ഇച്ചിരിയും കൂടി ഒന്ന് എന്താ പറയണ്ടേ, അത് കുറച്ചുകൂടി അഗ്രസീവ്. ഇറ്റ്സ് നോട്ട് ഫോർ മീ എന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ. പക്ഷെ നിങ്ങൾക്ക് ഡൊമിനാർ വേണ്ട, കാരണം അതിന് വെയിറ്റ് ഉണ്ട്. അതുമാത്രമല്ല ഡ്യൂക്ക് 390 അത്ര ഫണ്ണില്ല എന്നൊക്കെ ആണെങ്കിൽ അതിന് നടുക്ക് വരുന്ന മോട്ടോർ സൈക്കിളാണിത്. ഈ മോട്ടോർ സൈക്കിൾ ഓടിച്ച് നോക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഇങ്ങനെ വിചാരിക്കുന്നൊരു ആളാണെന്നെങ്കിൽ ദിസ് വിൽ ബി യുവർ മോട്ടോർ സൈക്കിൾ. ഈ വണ്ടിയുടെ ഒരു പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വളരെ സട്ടിലായിട്ടുള്ള ആൾക്കാർ അല്ലെങ്കിൽ വളരെ ചെറിയ ഓഡിയൻസ് ഈ വണ്ടിക്കുള്ളൂ.
ഇത് കുറച്ചുകൂടി ഒന്ന് റീച്ച് വരേണ്ട ഒരു മോട്ടോർ സൈക്കിളാണ്. ഇത് അത്യാവശ്യം പുറത്തൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ചെറിയ രീതിയിൽ ഒരു ഫാൻ ബേസും ഒരു ഹെറിറ്റേജും ഒക്കെ ഉള്ള ഒരു മോട്ടോർ സൈക്കിളാണ് ഈ 401. പിന്നെ അവരുടെ തന്നെ ഒരു 701 ഉണ്ട് സിംഗിൾ സിലിണ്ടർ. അതൊരു അക്ര മോട്ടോർ സൈക്കിളാണ്, നമ്മുടെ ഡ്യൂക്ക് 390 ബേസ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഇവരുടെ 901 അങ്ങനെ പോകും. എനിവേസ്, അതാണ് എനിക്ക് എഞ്ചിനെ പറ്റി പറയാനുള്ളത്. യെസ്, ഇറ്റ് വൈബ്രേറ്റ്സ് ബട്ട് നോട്ട് എ ലോട്ട്. ഇപ്പോൾ പഴയ Gen 2 ഡ്യൂക്ക് 390 വെച്ച് നോക്കുമ്പോൾ അത്ര പോലും ഇല്ല. പിന്നെ അതേപോലെ പവർ ഡെലിവറി കണ്ടില്ല, ഇറ്റ്സ് ദെയർ. 0 to 100 ഒക്കെ സിമിലർ ടു ഡ്യൂക്ക് 390 ആണ്. പക്ഷേ നിങ്ങൾക്ക് കുറച്ചുകൂടി ഒന്ന് ഇപ്പോൾ ഡ്യൂക്ക് 390 കുറച്ചുകൂടി ഒരു അഗ്രസീവ്നെസ് ഉണ്ട്, കുറച്ചുകൂടി സ്മൂത്ത് ആയിട്ടുള്ളൊരു പവർ ഡെലിവറിയാണ്. പിന്നെ സസ്പെൻഷൻ്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ കുറച്ചുകൂടി ഡ്യൂക്ക് 390 കംഫർട്ടബിൾ ആണെന്ന് വിചാരിക്കും. പക്ഷേ ഐ തിങ്ക് ആ ട്യൂബ്സും ആ സ്പോക്സുമായി ടയറിലാണെന്ന് പ്രശ്നം തോന്നുന്നു. ഇപ്പോൾ ഈ ചെറിയൊരു ബമ്പി ആയിട്ടുള്ള റോഡാണ്, എന്നാൽ പോലും ഇങ്ങനൊരു കുലുക്കം എനിക്ക് കിട്ടുന്നുണ്ട് ലോവർ സ്പീഡിൽ. പക്ഷേ ഹയർ സ്പീഡിലേക്ക് ആ ബാക്കിലേക്ക് ആ വെയിറ്റ് ട്രാൻസ്ഫർ ആയി കഴിയുമ്പോൾ സീനൊന്നുമില്ല. എനിക്ക് ഒന്ന് ചെറിയൊരു അഡ്ജസ്റ്റും കൂടി ചെയ്ത് കഴിഞ്ഞാൽ സെറ്റായിരിക്കും. അതാണ്. അപ്പോൾ സസ്പെൻഷൻ്റെ കാര്യം ഞാൻ പറഞ്ഞില്ലേ, ഇച്ചിരി ഒന്ന് സ്റ്റിഫർ സൈഡിലാണ് പുറകായാലും ഫ്രണ്ടായാലും. പക്ഷേ യു ക്യാൻ ഓൾവേസ് അഡ്ജസ്റ്റ് ഇറ്റ്. ഇപ്പോൾ നിങ്ങളിപ്പോൾ സ്പോക്ക് വീൽസ് വരുന്നുണ്ട്, ഡ്യുവൽ പർപ്പസ് ടയർ വരുന്നുണ്ട്. നിങ്ങൾക്കപ്പോൾ കുറച്ചൊന്ന് ചെറിയ ട്രയൽസ് ഒക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ യെസ് യു ക്യാൻ. പക്ഷേ നിങ്ങൾ അങ്ങനെ ഒരു ട്രയൽസ് ഒക്കെ ചെയ്യാൻ ഉദ്ദേശിക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ കുറേ ടൂറിംഗ് ഒക്കെ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ ഒബ്വിയസ്ലി ഒരു വിൻസ്ക്രീനും അതേപോലെ തന്നെ ഒരു ഹാൻഡിൽ ബാർ റൈസറും വെക്കുന്നത് വളരെ നല്ലതായിരിക്കും. അല്ലെങ്കിൽ നിങ്ങൾക്ക് കുറച്ചൊരു അൺകംഫർട്ടബിൾ ആയിട്ട് തോന്നും. ബാക്കിയൊക്കെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ യെസ്, ഓപ്പൺ റോഡ്. കണ്ടില്ലേ, സെയിം ആസ് ഡ്യൂക്ക് 390, ഫൺ ആസ് എവർ, നോ പ്രശ്നം. അതാണ് ഈ വണ്ടിയുടെ കാര്യം. അതായത് നോ നോൺസെൻസ് മോട്ടോർ സൈക്കിൾ തന്നെയാണ്. ആ കുറച്ച് ഓഡിയൻസ് ഇതിന് കുറവെന്നേ ഉള്ളൂ. ഇപ്പോൾ നിങ്ങൾ ഇതൊക്കെ സൂക്ഷിക്കണം കേട്ടോ. പിള്ളേരെ കാണുവാണെങ്കിൽ ഹിറ്റ് ദ ബ്രേക്സ്, ഫക്കിങ് ഹിറ്റ് ദ ബ്രേക്സ്. അല്ലാണ്ട് പിള്ളേരെ കാണിക്കാൻ വേണ്ടിയിട്ട് ജീവിതം പോകല്ലോ. അല്ല, പിള്ളേരെ കണ്ടാൽ ബ്രേക്ക് പിടി. കാരണം അവരടുത്ത സെക്കൻഡിൽ എന്ത് ചെയ്യുമെന്ന് പറയാനും പറ്റില്ല. അതാണ് മേജർ ആയിട്ടുള്ളൊരു കാര്യം. ഓക്കെ, അതൊക്കെ താഴെ വീണപ്പോൾ ഞാൻ അറിഞ്ഞു കേട്ടോ. ഇപ്പോൾ സസ്പെൻഷൻ ഒന്ന് ട്യൂക്ക് ചെയ്യാനുണ്ട്. പിന്നെ ഗിയർ ഷിഫ്റ്റിൻ്റെ കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ക്വിക്ക് ഷിഫ്റ്റർ ഉണ്ട്. സംവെയർ ഐ ഡോണ്ട് നോ, ഐ ഫീൽ ലൈക്ക് ഇതിൻ്റെ ഒരു ക്വിക്ക് ഷിഫ്റ്റർ ഈസ് കുറച്ച് ബെറ്റർ ദാൻ ദ ഡ്യൂക്ക് 390. സെയിം ആണ്, സെയിം ക്വിക്ക് ഷിഫ്റ്റർ, സെയിം സെറ്റപ്പ് ഒക്കെ. പക്ഷേ ഈ വണ്ടിയുടെ ലിറ്ററലി ഐ തിങ്ക് കുറച്ചുകൂടി സ്മൂത്താണ്. മറ്റേത് കുറച്ചുകൂടി ലോവർ RPM നിങ്ങൾ ഡൗൺ ഷിഫ്റ്റ് ചെയ്യുമ്പോൾ അപ്പ് ഷിഫ്റ്റ് ചെയ്യുമ്പോൾ ഭയങ്കര ബഹളമായിരുന്നു. പക്ഷേ ഇത് കണ്ടില്ലേ, സിമ്പിളായിട്ട് ഇപ്പോൾ ഓട്ടോ ബ്ലിപ്പർ വെച്ചിട്ട് കഴിയുമ്പോൾ ഡൗൺ ഷിഫ്റ്റ് ചെയ്ത് എനിക്ക് അങ്ങനെ ഒരു കുഴപ്പമൊന്നും തോന്നുന്നില്ല. ഇത് കുറച്ചുകൂടി സ്മൂത്തറാണ്. ഐ ഡോണ്ട് നോ വൈ. വേറെ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടോ എന്ന് ഞാൻ ചോദിച്ച് നോക്കട്ടെ ഇതിൻ്റെ ക്വിക്ക് ഷിഫ്റ്ററിന്. ബാക്കി ഇപ്പം IMU ഒന്നും വരുന്നില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് വീലി കൺട്രോള്, പിന്നെ MTC, അതായത് ഇവരുടെ ലീൻ സെൻസിറ്റീവ് ട്രാക്ഷൻ കൺട്രോൾ, പിന്നെ അതേപോലെ തന്നെ കോർണറിങ് ABS, ഇമാതിരി ഒരു സാധനങ്ങളും ഇതിൽ വരുന്നില്ല IMU ഇല്ലാത്തതുകൊണ്ട്. ബട്ട് ഇറ്റ്സ് ഫൈൻ. ഇതൊരു ബെയർ ബോൺ ടൈപ്പ് ഒരു മോട്ടോർ സൈക്കിൾ. ബെയർ ബോൺ എന്നൊന്നും പറയുന്നില്ല, ടിഫ്റ്റിങ് അങ്ങനെ കുറേ സാധനങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ എന്നാൽ പോലും ആ ഒരു പ്രൈസ് കട്ടിങ് കാര്യങ്ങളൊക്കെ നിങ്ങൾ അവിടെ കാണണം. അതാണ് ഇതിൻ്റെ ഒരു ഓഡിയൻസും. യു നീഡ് ദ എൻജിൻ നോട്ട് ദ ബൈക്ക് എന്നുള്ള മൂഡിലുള്ളൊരു ഒരു വണ്ടിയാണിത്. നിങ്ങൾക്ക് ആ ഒരു ഫണ്ണാണ് വേണ്ടത്. സോ ദാറ്റ്സ് എ തിങ്. പിന്നെ അതേപോലെ തന്നെ നമ്മൾ ക്വിക്ക് ഷിഫ്റ്ററിലാണ് സാധാരണ ഗിയർ ഷിഫ്റ്റ് ആണെങ്കിലും വളരെ സ്മൂത്താണ്. ഇത് ഭയങ്കര പാച്ച് ആയിട്ടുള്ള റോഡാണ് കേട്ടോ. ഫ്രണ്ട് അബ്സോർബ് ചെയ്തെടുക്കുന്നത്, പക്ഷേ ബാക്ക് ഇച്ചിരി ബമ്പി ആയിട്ട് തന്നെ ഫീലും തോന്നുന്നുണ്ട്. പക്ഷേ ഫ്രണ്ടിൽ ആ ഒരു പ്രശ്നമില്ല. ഫ്രണ്ട് ഈസ് ലൈക്ക് ഗിവ് മി എനിത്തിങ് എന്നുള്ളൊരു ഫീലാണ്. എനിക്ക് ഒന്ന് ബാക്ക് ഒന്ന് ട്യൂക്ക് ചെയ്യേണ്ടി വരും, കുറച്ചുകൂടി ഒരു സിറ്റി റൈഡിങ് ഫ്രണ്ട്ലി ആക്കാൻ വേണ്ടിയിട്ട്. പക്ഷേ ഇപ്പോൾ ഉള്ള കറൻ്റ് ഒരു സസ്പെൻഷൻ സെറ്റപ്പ് നിങ്ങൾ എന്തായാലും ട്യൂക്ക് ചെയ്യേണ്ടി വരും. സംവെയർ സംഭവ്. ഇപ്പോൾ ഇത് മൊത്തം മറ്റേ കുടുകുടുകുടുകുടുള്ള റോഡാണ്, ഇക്കിളി ബമ്പ് പോലെയുള്ള. അല്ലോ മാഹിലെത്തിയല്ലോ ദൈവമേ. പിന്നെ ബ്രേക്കിനെ പറ്റി പറയുകയാണെങ്കിൽ അത്യാവശ്യം നല്ലൊരു ബൈറ്റിങ് ഫീലുള്ളൊരു ബ്രേക്സാണ്. നിങ്ങൾ ബ്രേക്ക് എപ്പോഴും ഒന്ന് കൊണ്ടുപോയി നടന്നാൽ തന്നെ ഈ വണ്ടി നിങ്ങളുടെ കയ്യിലിരിക്കും. അതായത് നിങ്ങൾക്ക് എവിടെ നിൽക്കണോ അവിടെ നിൽക്കണോ എന്നുള്ള രീതിയിൽ ഒരു ബ്രേക്കിംഗ് പവറാണുള്ളത്. പ്രോഗ്രസീവ് ആണോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ടോട്ടലി ഒരു പ്രോഗ്രസീവ് ബ്രേക്ക് അല്ല. പക്ഷേ എന്നാൽ പോലും ടക്കെന്ന് വേണ്ടിയിട്ട് എടുത്തടിക്കുന്നതല്ല. പക്ഷേ നിങ്ങളിപ്പോൾ പിടിക്കുവാണെങ്കിൽ ഇറ്റ്സ് നൈസ്. ചാടി പിടിക്കുവാണെങ്കിൽ നല്ലൊരു പ്രോഗ്രസീവ് ആയിട്ടുള്ളൊരു ബ്രേക്കിംഗ് ഫീലൊക്കെയാണ് ഈ വണ്ടി കിട്ടുന്നത്. പിന്നെ ബാക്ക് ബ്രേക്ക് ആണെങ്കിലും ബാക്ക് ബ്രേക്ക് ഇറ്റ്സ് ഓക്കെ, ഇറ്റ്സ് ഫൈൻ. പിന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം അല്ല, ഇപ്പോൾ ABS ആണ് വരുന്നത്. അപ്പം കുറച്ചുകൂടി എപ്പോഴും ബ്രേക്കിംഗ് പവർ
നമ്മളെ ഫ്രണ്ടിലായിരിക്കും എല്ലാ സ്പോർട്സ് മോഡലുകളും, അല്ലെങ്കിൽ നേക്കഡ് സ്ട്രീറ്റോ അല്ലെങ്കിൽ എന്തോ ആയിക്കോട്ടെ. കുറച്ച് ക്രൂസറിലേക്കൊക്കെ വരുമ്പോഴാണ് ബാക്കിലേക്ക് വലിയ ഡിസ്ക് കൊടുക്കുന്നത്. അപ്പോൾ ഇതിലൊക്കെ നിങ്ങൾക്ക് ചാടി ഫ്രണ്ട് ബാക്കൊക്കെ കൂടി ഒരുമിച്ച് പിടിക്കാനാണെങ്കിലും സീനില്ല, വണ്ടി നിന്നോളും. നിങ്ങൾ തെന്നി വീഴുന്നുള്ള അങ്ങനത്തെ പേടിയൊന്നും വേണ്ട, ധൈര്യമായിട്ട് പിടിക്കാം. അതാണ് ഒരു കാര്യം. ബ്രേക്ക് എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോവുക. എപ്പോഴും കുറച്ച് കുറയാൻ തോന്നും ബ്ലീഡ് ചെയ്യുക. പിന്നെ അതേപോലെ തന്നെ പാഡ്സൊക്കെ ടൈമിന് മാറ്റുക, അതും കാര്യങ്ങളൊക്കെ നോക്കുക. പിന്നെ കുറച്ച് എന്താ പറയുക, നിങ്ങൾ ഓയിൽ മാറ്റാറാകുമ്പോൾ, അതായത് ബ്രേക്ക് ഫ്ലൂയിഡ് മാറ്റാറാകുമ്പോൾ അതും മാറ്റുക. ആ കാര്യങ്ങളൊക്കെ എന്തായാലും നോക്കി കൊണ്ടുപോകണം. ടയേഴ്സിൻ്റെ കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ യെസ്, ട്രാംബ്ലറാണ് വരുന്നത്, സ്പോക്ക് വീൽസാണ്. ട്രാംബ്ലർ ഈസ് നോട്ട് എ ബാഡ് ടയർ. നിങ്ങൾക്കിപ്പോൾ ചെറിയൊരു ട്രയൽസും കാര്യങ്ങളൊക്കെ ചെയ്യണമെങ്കിൽ യെസ് യു ക്യാൻ ഡു ഇറ്റ് വിത്ത് ട്രാംബ്ലർ. ട്രാംബ്ലർ ഈസ് എ വെരി ഗുഡ് ടയർ. അത്യാവശ്യം നല്ല ലൈഫും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഏതായാലും ആ റെപ്സ്റ്റി കൊടുക്കാണ്ട് ഇത് കൊടുത്തത് തന്നെ ബെറ്റർ. ഇറ്റ്സ് ഗുഡ്, ട്രാംബ്ലർ ഈസ് ഗുഡ്. ഇനി നിങ്ങൾക്ക് കുറച്ചുകൂടി ഒരു എക്സ്ട്രീം പെർഫോമൻസിന് പോകണമെന്നാണെങ്കിൽ സ്കോർപ്പിയൻ റാലി STR എന്ന് പറഞ്ഞൊരു ടയർ ഉണ്ട്. എവിടെന്നെങ്കിലും തപ്പിയിട്ട് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഗോ ഫോർ ഇറ്റ്. ദാറ്റ്സ് എൻ എക്സലൻറ്റ് ടയർ. ഈ വണ്ടിക്ക് ശരിക്കും വരുന്നത് ആ ടയർ. എനിക്കൊന്ന് പുറത്ത് വരുന്നത് ആ ടയറാണെന്ന് തോന്നുന്നു. അത് കിട്ടുവാണെങ്കിൽ ഗെറ്റ് യുവർ സെൽഫ് ഓൺ. പേട ടയറാണ്. നിങ്ങളിപ്പോൾ യൂസർ ഇത് കാണുന്നുണ്ടെങ്കിൽ ഗോ ഗെറ്റ് എ സ്കോർപ്പിയൻ റാലി STR. തപ്പി നടക്കുക, കിട്ടി അങ്ങ് ഇടുക. മാക്സിമം പുതിയൊരു മോഡൽ എടുക്കാൻ നോക്കുക. നിങ്ങൾ സെക്കൻഡ് ഹാൻഡ് യൂസ് ടയറൊന്നും പോയി എടുക്കാണ്ട് പുതിയൊരു മാക്സിമം ദ ലേറ്റസ്റ്റ് മാനുഫാക്ചറിങ് ഇയർ ഉള്ള ഒരു ടയർ വെച്ചിട്ട് ഇടുക. പിന്നെ അതേപോലെ തന്നെ മൈൽസൊക്കെ ആ സെയിം എസ് ഡ്യൂക്കിൻ്റെ 22 to 26 ഒക്കെ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. പിന്നെ പഴയതുപോലെയല്ല, ടാങ്ക് ഇച്ചിരി ബിഗർ ആയിട്ടുണ്ട്. അപ്പോൾ കുറച്ചുകൂടി ഒന്ന് ടാങ്ക് റേഞ്ച് നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യും വണ്ടിയിൽ നിന്ന്. ഒബ്വിയസ്ലി എക്സ്പെക്ട് ചെയ്യാം, കാരണം പണ്ട് സെയിം മൈലേജ് ആണ് പണ്ട് കിട്ടിക്കൊണ്ടിരുന്ന വണ്ടിയുടെ ഓൾമോസ്റ്റ് സെയിം മൈലേജ് തന്നെയാണ്. പിന്നെ അതേപോലെ തന്നെ 13.5 ലിറ്ററാണ്. പണ്ടത്ര 8 ലിറ്ററാണ്, എനിക്ക് ഓർമ്മയില്ല. ഇപ്പോൾ 13.5 ലിറ്റർ ഉണ്ട്. അപ്പോൾ എന്തായാലും ഒരു ഐ തിങ്ക് ഒരു അറൗണ്ട് ഒരു 280 കിലോമീറ്റേഴ്സിൻ്റെ മേലെ നിങ്ങൾക്ക് റേഞ്ചും കിട്ടും. ആൻഡ് യു ക്യാൻ ടൂർ ഓൺ ദിസ് മോട്ടോർ സൈക്കിൾ. ചെറിയ ടൂർ ചെയ്യുന്നുണ്ടെങ്കിൽ ഐ റെക്കമെൻഡ് ടു ഗെറ്റ് എ റൈസർ. ചെറിയൊരു റൈസറെങ്കിലും. നിങ്ങളിപ്പോൾ ഞാൻ ഓൾറെഡി ഷോർട്ടായിട്ടുള്ള ഒരാളാണ്. അപ്പോൾ എന്നെക്കാളും ടോളായിട്ടുള്ള ഒരാളാണെങ്കിൽ നിങ്ങൾ ഭയങ്കര ലീൻ ചെയ്തിരിക്കേണ്ടി വരും. അതുമാത്രം സീറ്റ് ഒരു കുഴിയിലല്ലേ, സീറ്റിനേക്കാളും താഴെയാണ് ഇത് വരുന്നത്. പക്ഷേ ഇറ്റ്സ് നോട്ട് ലൈക്ക് എ കഫേ റൈസർ. അതാണ് കുറച്ച് ഒരു വിയേർഡായിട്ടുള്ളൊരു എർഗണോമിക്സ് ആണ്. പക്ഷേ എനിക്ക് കുഴപ്പമില്ല, എനിക്കിഷ്ടപ്പെട്ടു. ആ ഒരു ഭയങ്കര സ്മൂത്തായിട്ട് കൈ കൊടുക്കുമ്പോഴുള്ളൊരു ഫീൽ ഉണ്ട്. അങ്ങനെ ഫുൾ ടോപ്പ് എൻഡിലൊന്നും ഓടിക്കണ്ടേ, ഇതന്നെ മതി. നമ്മളിപ്പോൾ ഒരു അണ്ടർ 100-ലാണെങ്കിൽ പോലും ആ സ്മൂത്തായിട്ട് ത്രോട്ടിലെടുത്തെടുത്ത് വണ്ടി ഇങ്ങനെ വളച്ചും പോകുന്നതിൻ്റെ സുഖമുണ്ടല്ലോ. ആ ഉദ്ദേശം അഗ്രസീവായിട്ട് മണ്ടത്തരം കാണിച്ച് ഓടിക്കുന്ന കാര്യമല്ല. ഒരു ഓപ്പൺ റോഡൊക്കെ വരുമ്പോൾ ചെറിയ കോർണേഴ്സും കാര്യങ്ങളൊക്കെ വരുമ്പോൾ, ബട്ട് ബി സേഫ് ഓൺ ദ റോഡ്സ്. അപ്പോൾ അതൊക്കെ തന്നെയാണ് കാര്യങ്ങൾ. പിന്നെ മാജറായിട്ടുള്ള ലാസ്റ്റ് കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഏത് ടൈപ്പ് ഓഡിയൻസ് ഇത് ഞാൻ എടുക്കണോ, 390 എടുക്കുന്നേക്കണല്ലേ അല്ലേ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനെ പറയാൻ പറ്റില്ല. 390 കുറച്ചുകൂടി ഇറ്റ് ഹാൻഡിൽസ് ബെറ്റർ. ദിസ് ഈസ് എ യൂണിക് മോട്ടോർ സൈക്കിൾ. സോ യു നീഡ് സംതിങ് യൂണിക് എന്ന് നിങ്ങൾക്ക് തോന്നുവാണെങ്കിൽ യു ക്യാൻ ഗോ ഫോർ ഇറ്റ്. ആ ഒരു യൂണിക്നെസ് ഉള്ളൊരു മോട്ടോർ സൈക്കിൾ. അതായത് ഇപ്പോൾ ചില ആൾക്കാരുണ്ടാവില്ലേ, എല്ലാവരും എടുക്കുന്ന സാധനം അതെനിക്ക് വേണ്ട, എനിക്ക് അത് മതി എന്ന് പറയുന്ന ആൾക്കാരുണ്ടാവില്ലേ, ആ ടൈപ്പാണ് ഈ ടൈപ്പ്. ആ ടൈപ്പ് പറ്റിയ ആൾക്കാർക്ക് പറ്റിയൊരു മോട്ടോർ സൈക്കിളാണ്. ദിസ് ഈസ് റിയലി ഗുഡ്. അതായത് കുറച്ച് സെയിൽസ് വന്ന് കുറച്ചൊന്ന് സെറ്റപ്പ് ആവേണ്ട ഒരു മോട്ടോർ സൈക്കിളായിരുന്നു. പക്ഷെ നമ്മുടെ ഒരു മെൻറ്റാലിറ്റി, നമ്മുടെ മാർക്കറ്റ് ഭയങ്കര വിയേർഡാണ്, പറയാൻ പറ്റില്ല. ഈ വണ്ടി ഇറങ്ങിയ വിജയിക്കുമെന്ന് വിചാരിക്കും, പക്ഷേ വിജയിക്കില്ല. ചിലപ്പോൾ പിലയും. പിന്നെ ഒബ്വിയസ്ലി ആ ഡ്യൂക്ക് 390 ഫാൻ ബേസ് ഉള്ളതുകൊണ്ടാണ് ഈ ആൾക്കാർക്ക് വേണ്ട, എന്നാൽ പിന്നെ കുറച്ചുകൂടി കാശിട്ടിട്ട് അതെടുക്കാമെന്ന് വിചാരിക്കുന്നത്. ഒന്നാമത്തെ കാര്യം ഇപ്പോൾ എല്ലാവരും മൈൻഡ് അതാണ്, കുറച്ചുകൂടി കാശിട്ടാൽ ഇപ്പോൾ EMI ആണെങ്കിൽ പോലും എന്നാൽ പിന്നെ ആ ഡ്യൂക്ക് 390 എടുത്താൽ പോലെ എന്ന് തോന്നും. പക്ഷേ ഡു ടേക്ക് എ ടെസ്റ്റ് റൈഡ് ഓൺ ദിസ് മോട്ടോർ സൈക്കിൾ. ദിസ് ഈസ് എ ഫൺ യങ് മോട്ടോർ സൈക്കിൾ. ദിസ് ഈസ് റിയലി നൈസ്. ഹസ്കി ഭയങ്കര ഹെറിറ്റേജ് ഉള്ളൊരു ഒരു കമ്പനിയാണ് ഹസ്ക്യുവർണ എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് പറ്റുമെന്നാണെങ്കിൽ നിങ്ങൾ എന്തായാലും KTM തലശ്ശേരിയിൽ വന്നിട്ട് നിങ്ങളൊരു ടെസ്റ്റ് റൈഡ് ചെയ്ത് നോക്കുക. എ ബിഗ് താങ്ക്സ് ടു ദം. അവർ ഓടി നടന്ന് വണ്ടിയൊക്കെ സെറ്റ് ചെയ്ത് തരുന്നുണ്ട്. ബിഗ് താങ്ക്സ് ടു അഗെയിൻ എ ബിഗ് താങ്ക്സ് ടു ദം. ബിഗ് താങ്ക്സ് ടു ഫോർ ബ്രിങ്ങിങ് മീ ബാക്ക് ടു ദ യൂട്യൂബ് സീൻ. താങ്ക് യു ഗൈസ്. അപ്പോൾ അത്രയൊക്കെ തന്നെ ഉള്ളൂ. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ എന്തായാലും എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയക്കാം, അല്ലെങ്കിൽ താഴെ കമൻറ്റ് ചെയ്ത് ഇട്ടാലും മതി. സോ ദിസ് ഈസ് മീ വെയിറ്റ് സെയിങ്. വീണ്ടും കാണാൻ വന്നിരിക്കാം. ടിൽ ദെൻ